അറിയുന്നതാണ്. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് ഹജ്ജിന് ശേഷം നടത്തുന്നത്. ഹജ്ജിന് മുമ്പ് സംസാരിച്ചപ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹിസ്റ്ററിയിലേക്ക് പ്രവേശിച്ചത് ഹദീസിൻ്റെ പ്രത്യേകതകൾ പറയുന്ന വേളയിലായിരുന്നു. ഫാമിലി ക്ലാസ്സിൽ അവസാനമായി ചർച്ച ചെയ്തിരുന്നത് നമ്മുടെ നേതാത്തിയും ഉമ്മയുമായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയുടെ സമാപനത്തിൽ ഉമ്മു സലമയുടെ പേര് ഹിന്ദി എന്നല്ലേ എന്ന് നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട് ചിലർ ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. അങ്ങനെയല്ലേ? അതെ. അപ്പോൾ ഉമ്മു സലമയുടെ ഹിസ്റ്ററിയുടെ ദശവർഷങ്ങൾക്ക് മുമ്പൊക്കെ സംസാരിച്ചത് സഹോദരന്മാരുടെ സഹോദരികളുടെ ഓർമ്മയിലുണ്ടാകുന്നു എന്നത് ഭാഗ്യകരം, സന്തോഷകരം, അഭിനന്ദകരവും അഭിനന്ദിക്കേണ്ട ഭാഗവും ആണത്. എന്നാൽ ഉമ്മു സലമയുടെ ഹിസ്റ്ററിയിൽ അവരുടെ മരണവാർത്ത വരെ ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഹിസ്റ്ററി ഇവിടെ പറയാൻ കാരണം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ്? അവർ മുഹദ്ദിസത്താണ് എന്നത് വിവരിക്കാനാണ്. അഥവാ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നല്ല പങ്ക് വഹിച്ചതായ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ടാണ്. അത് വിശദീകരിക്കുമ്പോൾ അല്പകാര്യങ്ങൾ വീണ്ടും പഠിക്കേണ്ടതുള്ളത് കൊണ്ട് ഇന്ന് തുടരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലേക്ക് പ്രവേശിക്കാതെ മഹദിയായ അസ്മ ബിൻത് അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചർച്ച ചെയ്തത് യഥാർത്ഥത്തിൽ ഉദ്ദേശം അസ്മയല്ലായിരുന്നു. ഉദ്ദേശം ഹിജ്റ പറയലായിരുന്നു. ഹിജ്റയിലൂടെ മഹദിയായ അസ്മ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ചുള്ളതായ ചർച്ച വന്നതുകൊണ്ട് അവിടെ നിന്ന് പഠിക്കേണ്ട ഭാഗങ്ങൾ സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഉണർത്തിയതാണ്. ഇന്നലെയും ഇവിടെ അവിചാരിതമായി നടത്തിയതായ ക്ലാസ്സിൽ ഹിജ്റയിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ചിലർ അങ്ങനെയുള്ള ഒരു ക്ലാസ്സിനെ കുറിച്ച് വിവരം തന്നെ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതായി കേട്ടു. വാസ്തവത്തിൽ ദാറുൽ ഹുദക്കാർ തന്നെ ആ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത് ഇശാക്ക് ശേഷം വളരെ ധൃതിയിലൂടെ ഏർപ്പാട് ചെയ്തതായ ക്ലാസ്സായിരുന്നു എന്നതുകൊണ്ടാണ് മുൻകൂട്ടി വിവരങ്ങൾ ലഭിക്കപ്പെടാത്തത്. എന്നാൽ സഹോദരിമാരെ, മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നുബുവത്തിൻ്റെ വീട്ടിൽ ജീവിച്ചതായ ഒരു നേതാത്തിയാണ്. നുബുവത്തിൻ്റെ വീട്ടിൽ ജീവിക്കുക എന്നത് അസാധാരണ ഭാഗ്യമാണല്ലോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഞാൻ ശുദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അഹ്ലുൽ ബൈത്ത് എന്നുള്ള വിളിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണവർ. ഇന്നമാ യുരീദുല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അഹ്ലുൽ ബൈത്തെ നിങ്ങളെ ശുദ്ധിയാക്കലാണ് എന്ന് പറയുന്ന ആ വാക്കിൽ അള്ളാഹുവിൻ്റെ ദൂതരുടെ ഭാര്യമാർ പെട്ടില്ലെങ്കിൽ പിന്നെ ആര് പെടാനാണ്? ഈ ദിവസങ്ങളിൽ അറിവില്ലാത്ത ജാഹിലീങ്ങളായ റാഫിദികൾ കൊട്ടിഘോഷിക്കുന്നതിൽ പെട്ടതാണ് എന്ത്? അള്ളാഹുവിൻ്റെ ദൂതരുടെ ഭാര്യമാർ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരല്ല, അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവർ 5 പേര് മാത്രമാണ് എന്ന് അവർ പറയാറുണ്ട്. അതിനുവേണ്ടി അവർ ഹദീസും പേര് നടക്കാറുമുണ്ട്. അവർ പറയുന്ന ആൾക്കാർ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ് എന്നതിൽ നമ്മുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസമില്ല. ഹസനാവട്ടെ, ഹുസൈനാവട്ടെ, അലി ആവട്ടെ, ഫാത്തിമയാവട്ടെ, അവരുടെ സന്തതികളാവട്ടെ, അവരെല്ലാം അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ് എന്നതിൽ നമ്മുടെ അടുക്കൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയാദർശം പേറുന്നവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതേ സമയത്ത് ഖുർആൻ്റെ നസ്സിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതന്മാരോട് ചർച്ച ചെയ്തിട്ട് അള്ളാഹു നിങ്ങളോട് ഇതൊക്കെ കൽപ്പിക്കാൻ കാരണം നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അഹ്ലൽ ബൈത്ത് വയുതഹിറക്കും തത്ഹീറാ എന്ന് അള്ളാഹു വ്യക്തമായി അഹ്ലുൽ ബൈത്ത് എന്ന വാക്ക് വിളിച്ചുകൊണ്ട് സംസാരിച്ച അവരതിൽ പെട്ടില്ലെങ്കിൽ പിന്നെ ആരാ പെടാ? ആ നബിമാർ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ അള്ളാഹു അഹ്ലുൽ ബൈത്തേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കലാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അവരതിൽ പെട്ടില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ
കണ്ണടച്ച് ഇരുട്ടാക്കലാണ്, സത്യത്തെ മറച്ചു വെക്കലാണ് എന്നതേ അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാനുള്ളൂ. അങ്ങനെയുള്ളവർ അള്ളാഹു ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ, ഇസ്ലാമിലേക്ക് മടക്കട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ഖുർആൻ പഠിക്കാൻ, സുന്നത്ത് പഠിക്കാൻ, അത് ലോകത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ, ഓരോ സംഭവങ്ങൾ കണ്ട് അതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം ചോദ്യചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യചിഹ്നങ്ങൾ റസൂലിന്റെ മുമ്പിൽ വെച്ച് നിരത്തി വെച്ചിട്ട് അതിന് മറുപടി ഉണ്ടാക്കി, അതിന് മറുപടി കണ്ടെത്തി അതും ലോകത്തിന് പ്രചരിപ്പിക്കാനുള്ളതായ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാർക്ക്? റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക്. മറ്റു സ്ത്രീകൾക്ക് ചോദിക്കാൻ പറ്റാത്തവർക്ക് ചോദിക്കാം, മറ്റു പുരുഷന്മാർക്കും ചോദിക്കാൻ പറ്റാത്തവർക്ക് ചോദിക്കാം. കാരണം അവർ റസൂലുള്ളാഹിയുടെ കൂടെ തന്നെ വിരിപ്പിൽ കിടക്കുന്നവരും വീട്ടിൽ താമസിക്കുന്നവരും ആണ് എന്നതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള പ്രത്യേകതകളിൽ ഉൾക്കൊള്ളാനുള്ളതായ മഹാഭാഗ്യം ലഭിച്ചതായ മഹദിയാണല്ലോ ഉമ്മു സലമ ബിൻത്ത് അബു ഉമയ്യ. അബു ഉമയ്യയുടെ പേര് സഹല് ഇബ്നുൽ മുഗീറ റളിയല്ലാഹു തആല അൻഹ. ഖുറൈശ് വംശത്തിൽപ്പെട്ട മഖ്സൂം കുടുംബത്തിൽപ്പെട്ടവരാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഖാലിദ് ഇബ്നു വലീദിന്റെ അളാപ്പയുടെ മകളാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, ഹജ്ജിന് മുമ്പ്. അവര് ഹബ്സീനയിലേക്ക്, ഇന്നലെ രാത്രി ഇവിടെ സൂചിപ്പിച്ച ഹബ്സീനയിലേക്കുള്ളതായ ആ ഹിജ്റ പോയവരാണ്. ഹബീസീനിയെ കുറിച്ച് എന്ത് പഠിച്ചു നാം? ഹബ്സീനിയ അമ്മിൻ്റെ നാടാണ്. അമ്മിൻ്റെ നാടാണ് എന്ന് പറഞ്ഞാൽ സംരക്ഷണമുള്ള, സുരക്ഷിതത്വമുള്ള, നിർഭയത്വമുള്ള നാടാണ്. അതുകൊണ്ടാണ് അവിടെ കേൾക്കാൻ കാരണം. അവിടെ ഈമാൻ ഉണ്ടായിരുന്നില്ല. ഈമാൻ ഇവർ കൊണ്ടുപോയതാണ്. അവിടെ ക്രിസ്ത്യാനികളുടെ നാടായിരുന്നു അത്. പക്ഷേ ഈമാന് 100ഓളം പേര് മക്കയിൽ നിന്നിട്ട് ഹിജ്റ പോയപ്പോൾ അക്കൂട്ടത്തിൽ ആരുണ്ട്? ഉമ്മു സലമയുമുണ്ട്. ഭർത്താവ് ആരാണ്? ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ഉണ്ട്. ആരാണ് ഭർത്താവ്? അല്ല, ഉമ്മു സലമയുടെ ഭർത്താവ് അബൂ സലമ. അബൂ സലമയും കൂടെയുണ്ട്. അബൂ സലമയിൽ നിന്നിട്ട് സൈനബ് എന്ന മഹദിയെ ഉമ്മു സലമ എത്യോപ്യയിലാണ് ജനിച്ചത്. എത്യോപ്യയിലാണ് സൈനബ് എന്ന മകളെ ജനിച്ചത്. ആര്? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. 378 ഹദീസ് റിപ്പോർട്ട് ചെയ്തുവെന്ന് നാം പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൂടെ. 90 വർഷത്തോളം ജീവിച്ചവരുമാണ് അവരെന്നും നാം പഠിച്ചിട്ടുണ്ട്. അവരെ എണ്ണപ്പെടാറുള്ളത് സഹാബിയാത്തുകളുടെ ഇനത്തിലാണ്. സഹാബിയാത്തുകളുടെ ഇനത്തിൽ ഫുഖഹാക്കളുടെ ഇനത്തിലാണ് എന്നും നാം പഠിച്ചിട്ടുണ്ട്. സാധാരണ സഹാബിയാത്തൊന്നും ആരല്ല, ഫഖീഹാത്തുകളല്ല. അഥവാ ഫിഖഹിന്റെ മസ്അലയിൽ ദീനി വിജ്ഞാനത്തിൽ പാണ്ഡിത്യം നേടിയവർ ആയിക്കൊള്ളണമെന്നില്ല എല്ലാ സഹാബാക്കളും. അത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. സഹാബാക്കളിൽ പുരുഷന്മാരാവട്ടെ, സഹാബിയാത്തുകളാകുന്ന സ്ത്രീകളാവട്ടെ, ചിലർക്ക് മാത്രമാണ് ആ ചാൻസ് ലഭിച്ചിട്ടുള്ളത് അവരുടെ കൂട്ടത്തിൽ. എന്നാൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസുകളിൽ ചില ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. അതിൽപ്പെട്ടതാണ് അബൂ സലമ ഇവിടെ നിന്ന് വഫാത്തായി. എവിടെ നിന്ന്? മദീനയിൽ നിന്നിട്ട് വഫാത്തായി. ഏതോ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് പരിക്കേറ്റ് വന്നതായ അബൂ സലമ വീട്ടിൽ വെച്ചിട്ട് വഫാത്തായതായ വേളയിൽ അള്ളാഹുവിൻ്റെ ദൂതരെ സന്ദർശിക്കാൻ വേണ്ടി, അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കടന്നു വന്ന വാർത്ത ഇവിടെ ഷോർട്ടായി പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ലോകത്തിന് പഠിപ്പിച്ച പാഠത്തെ മഹദിയായ ഉമ്മു സലമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ സലമ കിടക്കുന്നുണ്ട്, കണ്ണ് തുറന്ന് കിടക്കുകയാണ്, മരിച്ചു കിടക്കുന്ന ആളുടെ കണ്ണെന്താകും? തുറക്കും അല്ലേ? എന്തുകൊണ്ട് തുറക്കുന്നു? ആത്മാവിലേക്കുള്ള നോട്ടമാണ് എന്ന് റസൂൽ നമ്മോട് പഠിപ്പിച്ചു. ആത്മാവ് പോകുന്നത് കാരണം കണ്ണിൽ നിന്നിട്ടാണ് ലാസ്റ്റ് എന്ത് ചെയ്യുക? കണ്ണാണ് ആ സാധനത്തെ വീക്ഷിക്കുക. ആ പോകുന്ന എന്താണ്? ആത്മാവ്. നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയുകയില്ല. അതുകൊണ്ട് റൂഹ് പുറപ്പെട്ടാൽ തബിഅഹു തുടരുന്നതാണ് ആത്മാവിലേക്ക് അൽ ബസർ, കണ്ണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്തു? ഉമ്മു സലമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് പറയുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമയുടെ കണ്ണിനെ പൂട്ടി കാണിച്ചു കൊടുത്തു. എന്ത് വേണം? ചൂടാറുന്നതിന് മുമ്പ് കണ്ണ് പൂട്ടണം, ഇല്ലെങ്കിൽ കണ്ണ് തുറന്നു തന്നെ കിടക്കും.
ചൂടാറുന്നതിന് മുമ്പ് കണ്ണ് പൂട്ടിയില്ലെങ്കിൽ കണ്ണ് തുറന്ന് തന്നെ കിടക്കും എന്ന് മാത്രമല്ല, ജോയിൻറ്റുകളെല്ലാം